All right, ladies and gentlemen, Malayalis, we are reacting to Rekha Chitram. I think എനിക്കൊന്ന് ഡി എസ് എയും ഭൂതകാലമൊക്കെ കണ്ടിട്ട് ആ ഒരു എന്താ പറയുക മിസ്റ്ററി സസ്പെൻസ് വൈബടിച്ച് നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഐ വാസ് ലുക്കിംഗ് അറ്റ് സം ഓഫ് ദ റീസെൻറ്റ് മൂവീസ് ഇൻ മലയാളം വിച്ച് ഇസ് ലൈക്ക് ഇൻ 2025 വിത്ത് എ ഡീസെൻറ്റ് എമൗണ്ട് ഓഫ് റേറ്റിംഗ് ആൻഡ് ദാറ്റ് ഇസ് ലൈക്ക് ഇൻ ദാറ്റ് ജാൻഡ്ര. അപ്പോൾ അതിലൊരെണ്ണം കണ്ടിട്ട് കിട്ടിയതാണ്. ഞാൻ കാണാത്ത ഒരെണ്ണം മീൻസ് രേഖാചിത്രം. അധികം ആൾക്കാരും പറഞ്ഞു കേട്ടില്ല. ഐ തിങ്ക് ഒരു ക്രൈം ത്രില്ലർ ഐ എം അസ്യൂമിങ് വിത്ത് ആസിഫ് അലി. സോ ഐ തിങ്ക് ദിസ് വിൽ ബി എ ഗുഡ് മൂവി ടു റിയാക്ട് ടു. യാ, I want to watch it. So, which is and really good rating actually. 7.9 on IMDb and 87% on Rotten Tomatoes. So I'm going to assume that it's not going to disappoint. 42% like this film. Google users. But why? That is weird. IMDb 7.9, 87% Rotten Tomatoes. And പിന്നെ അത് 47 എങ്ങനെ വന്നു എന്ന് എനിക്ക് മനസ്സിലായി. 42 എങ്ങനെ വന്നു എന്ന്. That's very weird. Very interesting. Okay, so let's begin. ഞാൻ കണ്ടല്ലേ എന്താ ചാച്ചൻ സിനിമയിലാ? വെയിറ്റ്, അവനൊരു മർഡർ വിറ്റ്നസ് ചെയ്തു എന്നിട്ട് ചാച്ചൻ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞു. അത് ഇത് തമ്മിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റണില്ല. സസ്പെൻഷനൊക്കെ കിട്ടിയല്ലേ പട വെട്ടാനിറങ്ങാം. ആസിഫ് അലിക്ക് 1-2 സിനിമയിൽ ഇങ്ങനത്തെ ഇതേ സെയിം പോലീസ് റോളില്ലേ? സസ്പെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള പോലീസുകാരൻ. ഒരു കൾട്ട് മൂവി ഉണ്ടായിരുന്നല്ലോ, എന്താ മറന്നുപോയി, കൂമൻ. ഗുരുദക്ഷ തരാത്തതിന്റെയാണ്. കൈക്കൂലി. വേണ്ട അത് കട്ടൻ ചായ ആണോ അതോ ആൽക്കഹോൾ ആണോ? ചെയ്യാനില്ല, ഏകദേശം തീരുമാനമായി എന്ന് പറയാനല്ലേ ഡോക്ടർ വളച്ചു കെട്ടുന്നത്. എനിക്കറിയാം ഡോക്ടറെ, ഇനി അധികം സമയമില്ല. മുടിയാണോ? വേണ്ട, നീ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. എന്താണ് പരിപാടി? This is not a good idea. അടിപൊളി ഷോട്ട്സ്. കവിയുടെ ഉദ്ദേശം എന്താണ്? ഓ, വെരി നൈസ്. ഇവിടെ ഇരുന്ന് കുടിച്ച് ചാവാണ്ട പരിപാടിയാണോ? മാൻ, പറയാൻ പോകുന്നെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുമല്ലേ? ഓ, ഫോർത്ത് വാൾ ബ്രേക്കിംഗ്. പറ. ഒന്നുമില്ല, എന്നെ കുറിച്ച് തന്നെ. പണത്തിന്റെ പിന്നാലെ പോയി സ്വന്തം ആരോഗ്യവും കുടുംബവും സമാധാനവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെടുത്തിയ എന്റെ ജീവിതത്തെ കുറിച്ചാണ്. ഒരു ജീവന്റെ വേല അത് കൈപ്പറ്റാതിരിക്കായിരുന്നു, പക്ഷെ കൈപ്പറ്റി. ഇവിടെ വന്നു ഞങ്ങളുടെ കയ്യില് വായിൽ പൊതിഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആരാ ഏതാ എന്നൊന്നും അറിയാത്ത ഒരു 10 അവളുടെ ജീവൻ എടുത്തെങ്കിൽ ഞങ്ങളുടെ ജീവിതം അവിടെ തുടങ്ങായിരുന്നു. ഇപ്പതാ എല്ലാം തുടങ്ങിയെടുത്ത് തന്നെ. The least you can do is kill her before you bury her. ഇതെല്ലാം എന്തെങ്കിലും പുറത്തു വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇന്ന് വരെ വന്നില്ല. ഇന്ന് വരെ വന്നില്ല. ഇനി വരും. ഹലോ, മലക്കപ്പാറ സ്റ്റേഷൻ. ട്രാൻസ്ഫർ ആണോ? ട്രാൻസ്ഫറായി ഈ കേസ് തലയിൽ വന്നു. കൈകൂലി വെച്ച പോലീസുകാരൻ്റെ ഈ കേസ് കൊടുക്കണമെന്നുള്ള കോൺട്രവേഴ്സി അതൊക്കെ ആയിരിക്കില്ലേ ഇനി? വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരുന്നു. 1985 താനും 2 സുഹൃത്തുക്കളും ചേർന്ന ഒരു പെൺകുട്ടിയെ ഇവിടെ കുഴിച്ചിട്ടുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. എന്തായി? കഴിയറേ സർ.
വന്ന കയറിയപ്പോ തന്നെ വിളി വന്നു. നിന്നെയാണല്ലോടാ. ഇപ്പൊ നീ കേരളത്തിൽ മാത്രമേ ഫേമസ് ആയിട്ടുള്ളൂ. ഇവിടുന്ന് സ്കെൽട്ടൺ വല്ലതും കിട്ടിയാ അത് പിന്നെ നാഷണൽ വൈഡ് അറ്റൻഷനായി മാറും. ആലിസ് വിൻസെന്റിന്റെ പേരാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. Dude, what kind of a house is that? സീരിയസ് Another rich guy responsible for that girl's death. ആവേശമുണ്ടല്ലോ. ആവേശമല്ല സാറേ, ആവശ്യം. അവനാകെ നാറി നിൽക്കുമല്ലേ. കുറച്ചുകൂടി ഡീപ്പായിട്ട് കൊണ്ടല്ലേ. ഇനിയിപ്പോ ആളിറങ്ങി കുഴിക്കണം. പോലീസ് മണ്ണ് മാന്താൻ തുടങ്ങി. ചില മഞ്ഞ ചാനലുകൾ നിങ്ങളുടെ ഫോട്ടോയും പേരും വെച്ച് ടെലികാസ്റ്റ് ചെയ്യാനും തുടങ്ങി. യു നോ, ഫോർ ദ റേറ്റിംഗ്സ്. ബട്ട് ദ മെയിൻ ലൈൻ മീഡിയ ഹാസ് സ്റ്റിൽ നോട്ട് പിക്ഡ് അബൌട്ട് ഇറ്റ്. ലെറ്റ് പോലീസ് ഡു ദെയർ ജോബ്. നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. He saw something? Oh shit. Wait, that doesn't make sense. തുണി അവിടെ നിന്ന് എങ്ങനെ കിട്ടുക? കാരണം അത് പണ്ടത്തെ ബോഡിയല്ലേ, തുണിയൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ടാവില്ലേ? ഹാസ് ടു ബി റീസെന്റ്, റൈറ്റ്? കിട്ടി. ഓക്കെ, വെരി നൈസ്. Was if okay, but evidence ബാഗിലിട്. ഓക്കെ, പെർഫോമൻസ് കണ്ടിട്ട് SP നിന്നെയും ടീമിലെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ എന്തായാലും നാളെ ഓഫീസിലേക്കോ? ശരി സർ. എല്ലാത്തിനും ചാടി ചാടി നിൽക്കുന്നവനാ. ഞാൻ കൊരട്ടെ CA ആയിരുന്നപ്പോഴാ അവൻ ട്രെയിനിങ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നത്. മിടുക്കനാ. ആ സമയം കൊണ്ട് വിവേക് അത്തോളി പോകണം, രാജേന്ദ്രന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം, വീടും വിസിറ്റ് ചെയ്യണം. സർ, രാജേന്ദ്രന്റെയും വിൻസെന്റിന്റെയും CDR സൈബർ സെൽ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം. സർ, ഫ്രാൻസിസ് തടത്തിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മിസ്സിംഗ് ലിങ്ക് ആണ്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു വട്ടം കഴിഞ്ഞെങ്കിലും അയാൾക്ക് തീരെ ശ്രദ്ധയില്ലായിരുന്നു സാർ. ഈ രാജേന്ദ്രന്റെ പേഴ്സണൽ ലൈഫ് എങ്ങനെയായിരുന്നു? എസ്പെഷ്യലി ഫാമിലി. ഭാര്യയായിട്ട് സെപ്പറേറ്റഡ് ആയിരുന്നു. ഒരു മകനുണ്ട്. രാജേന്ദ്രൻ എവിടെയായിരുന്നു എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് പിന്നെ പഴയ കാര്യങ്ങളൊന്നും ആൾ എന്നോടൊന്നും പറയാറില്ലായിരുന്നു. എന്നല്ലാതെ സാർ ഈ പറയുന്ന കേസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാനാ സാറേ കുഴിച്ചിട്ടേക്കണേ. അവിടെ മാത്രമല്ല, വേറെ പല സ്ഥലത്തും കുഴിച്ചിട്ടുണ്ട്. What? എന്റെ പേര് Is he mad? ഫ്രാൻസിസ് ആയത് എന്റെ തെറ്റാണോ സാറേ? അതെ, വരെ ഞാനാണ് പ്രതി എന്ന് പറഞ്ഞ് നടക്കുന്നത്. താനെന്ന് ചോദിച്ച 80s ന്യൂസ് കട്ടിംഗ് സാർ. കിട്ടാവുന്നതിന്റെ മാക്സിമം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. കോസ്റ്റുകാരാ, ഒരു കുപ്പിവള പോലും ഞങ്ങൾ ധരിക്കാറില്ല. Okay. ഈ പെൺകുട്ടിയെ കാണാതായെന്ന് പറയുന്ന കേസിൽ പെൺകുട്ടി തട്ടിപ്പ് നടത്തി മുങ്ങിയ കേസും പെടുവോ? ഓക്കെ സാർ. ഇത് മിനിയുടെ ആണോ? Oh no. Poor guy. കാര്യം, ഈ രാജേന്ദ്രന്റെ വളർച്ച പെട്ടെന്നുള്ള ഒന്നായിരുന്നു. പെൺകുട്ടിയെ കുഴിച്ചിട്ടെന്ന് അയാൾ പറയുന്ന കാലത്ത് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് പല പണികളും ചെയ്തുകൊണ്ടിരുന്നൊരു സമയമായിരുന്നു. പിന്നെ സർ, ഈ ഫ്രാൻസിസ്മാർ മിക്കവരെയും ഞാൻ പോയി കണ്ടു. എന്തുകൊണ്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ പോയി കണ്ടെന്ന് സംസാരിക്കും. Powerful people. അതിനു മുന്നേ 10-12 വർഷം മുമ്പ് ഈ നാട്ടിൽ നിന്ന് പോയി അവന്റെ അപ്പൻ, അതായത് എന്റെ ചിറ്റപ്പൻ. അവനെ അമ്മയും കളഞ്ഞിട്ട് ബാധ കൂടിയൊരു ആള് ദൈവമാണെന്ന് പറഞ്ഞ് അതിന്റെ പുറകെ പോയി. പാലമണിയാറ് പിടിച്ച് കൊട കെട്ടെടുത്ത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഇവൻ ബിഷപ്പിനോട് പറഞ്ഞു സ്കൂളിൽ പോകാൻ കൊടയില്ലെന്ന്.
നന്നായിട്ട് പഠിക്കുമായിരുന്നു. ബിഷപ്പ് പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചറിഞ്ഞപ്പോൾ ചില പരിചയപ്പെട്ട് അവളെ കല്യാണവും കഴിച്ച് കച്ചവടവും തുടങ്ങി. പിന്നത്തെ വിൻസെന്റിനെ മലയാളികൾ അറിയാതിരിക്കില്ലല്ലോ. ഈ വിൻസെന്റ് ആതിരപ്പള്ളി മലക്കപ്പാറ ഏരിയയിൽ താമസിച്ചിട്ട് ചേച്ചിക്ക് അറിയോ? ചാലക്കുടി എന്താണെന്ന് എനിക്ക് അറിഞ്ഞോളൂ. പിടിവള്ളി വേറെ ആരോ ഇൻവോൾവ് ആണ്. അവരാണ് മറച്ചു വെക്കാൻ വേണ്ടി കാശ് കൊടുത്ത് ഇയാളെ പണക്കാരനാക്കിയത്. ബേസിക്കലി മനോജ് ജയനെന്തിനാ എപ്പോഴും കണ്ണാടി മാറ്റുന്നത്? ഒരു ബിഷപ്പിനോടൊപ്പം നിങ്ങൾ മലക്കപ്പാറ ഏരിയയിൽ താമസിച്ചിരുന്നതായി വിവരം കിട്ടിയിട്ടുണ്ട്. അന്ന് നിങ്ങൾ താമസിച്ച വീട്ടിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരത്ത് നിന്നാണ് ഈ സ്കെൽട്ടൺ കിട്ടിയിരിക്കുന്നത്. അതിനെപ്പറ്റി എന്ത് പറയുന്നു? അദ്ദേഹം മലക്കപ്പാറയിൽ നിന്ന് വിശ്രമ ജീവിതം കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. പോകുന്നവരല്ല, അദ്ദേഹം മരിക്കുന്നവരെ. ഈ രാജേന്ദ്രൻ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് നിങ്ങളുടെ കമ്പനിയുടെ ഫ്രണ്ട് ഓഫീസിലേക്ക് വിളിക്കുകയും ഏകദേശം 15 സെക്കൻഡോളം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലെവലിലേക്കെങ്കിലും ആ ഫോൺ കോൾസ് എത്തും. ആൻഡ് എനിവേ there will be records. Why don't you check it? ലോയർ സാർ, ഈ പ്രായപൂർത്തി ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ കുടുംബക്കാരും വക്കീലൊക്കെ ഒപ്പുവരിക്കണമെന്ന് ഏതെങ്കിലും നിയമത്തിലുണ്ടോ? CRPC 41D വക്കീലല്ലേ, അറിയായിരിക്കുമല്ലോ. അവരുടേതാണെന്ന് യാതൊരു സ്ഥിരീകരണവും ഇല്ലാത്ത ഒരു അസ്ഥികൂടത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണിത്. എന്നിട്ട് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാനിവിടെ വന്നു. ഇവർക്കെന്നല്ല, കുഴിച്ചിട്ട രാജേന്ദ്രന് പോലും അറിയില്ല ആരെയാ കുഴിച്ചിട്ടെന്ന്. കുടിച്ച് ലക്കില്ലാത്ത ഒരാൾ തോന്നിയത് പറഞ്ഞതിന്റെ പേരിലാണ് സാർ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ എത്തി. അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം തൃപ്തികരമായ മറുപടി നൽകിയിട്ടുമുണ്ട്. ദാറ്റ്സ് ഓൾ. അറസ്റ്റിന് താങ്കൾ ഭയക്കുന്നുണ്ടോ? അന്വേഷണത്തിനോട് എല്ലാ രീതിയിലും സഹകരിക്കുന്നുണ്ട് ഞങ്ങൾ. ഓക്കെ, ചില പോലീസ് ഓഫീസേഴ്സ് ആർ thoroughly prejudiced. മുച്ചിട്ട് കളിക്കുന്നവരാണല്ലോ ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. Now, please excuse us. കുറച്ചു കാലം നടന്നല്ലേ. ഇതെന്തെങ്കിലും മണ്ണിനടിയിൽ നിന്ന് പുറത്തു വരായിരുന്നോ സാറേ? റിസൾട്ട് വന്നിട്ടുണ്ട്. മാച്ചാണോ? സാമ്പിള് മെച്ചായില്ല. ചായില്ല. ഓ നോ. എന്നാണേ ആണോ? ഏ Okay, I'm almost sure he was killed. Like, rich people can do shit. അപ്പനൊന്ന് ചിരിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പനത് ചേച്ചിയാണെന്ന് ഉറപ്പായിരുന്നു. ചേച്ചിയുടെ അസ്ഥിയെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളൊരു ആശ്വാസം അപ്പനുണ്ടായിരുന്നു. കാണാതായെന്ന് പറയുന്ന കേസിൽ പെൺകുട്ടി തട്ടിപ്പ് നടത്തി മുങ്ങിയ കേസും പെടും. താൻ ഇന്നലെ മെമ്മോയെ കുറിച്ച് ഫോണിൽ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ല. ഇന്നലെ 83-85 കാലത്തെ ക്രൈം മെമ്മോ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ തൃശൂർ നഗരം സ്റ്റേഷൻ അയച്ച രജിസ്റ്ററിൽ ഒരു മിസ്സിംഗ് കേസിന്റെ മെമ്മോ ഉണ്ട്. അഞ്ചനെയും തട്ടിപ്പൊക്കെയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. എന്നാ പിന്നെ കൈയോടെ നോക്കിയേക്കാം. ഒരു പെൺകുട്ടിയുടെ തിരോധാനത്തിൽ അതേ പെൺകുട്ടിയെ പ്രതിയാക്കിയ കേസോ? വാട്ട്? പെൺകുട്ടി മുങ്ങിയാലും അതൊരു തിരോധാനമാണല്ലോ ജോൺ സാറേ. അതെ സർ. എന്തായാലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. ശരി. അന്ന് 1-2 സിനിമകൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അതിലെന്തോ ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടാവുകയും സംഘടനയിൽ നിന്നൊരു രജിസ്റ്റേർഡ് കത്തയക്കുകയും ചെയ്തു. അത് വേറൊന്നുമല്ല, സംഘടനയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ളതായിരുന്നു. പക്ഷെ ആ കത്ത് മടങ്ങി വന്നു. ആളുടെ പുതിയ അഡ്രസ്സ് പിന്നെ ഞങ്ങൾ തപ്പി പിടിച്ചിട്ടാണ് വീണ്ടും കത്തയച്ചത്. ആ എന്താ ചന്ദ്രപ്പനല്ലേ? ചാലക്കുടി സ്റ്റേഷനിൽ 1985 ഒരു പെൺകുട്ടിയെ കാണാനില്ല, പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞൊരു പരാതി കൊടുത്തില്ലായിരുന്നു? അത് ഓർമ്മയുണ്ട്? എനിക്കൊരു ഓർമ്മക്കുറവില്ല സാറേ. എനിക്കിട്ട് പണിത് ആരെയും ഞാൻ മറക്കത്തില്ല. എല്ലാം ഇന്നലെ നടന്ന പോലെ ഓർമ്മയുണ്ട്. എന്നാ ചേട്ടനാ കഥയൊന്ന് പറയാമോ? കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ സാറേ. ഒരു ദിവസം ഒരു പെണ്ണെൻ്റെ അടുത്ത് ഓടിക്കൊണ്ടുവന്ന് മമ്മൂട്ടിയുടെ നായിക ആക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഞാൻ വിചാരിച്ചാൽ നടപ്പുള്ള കാര്യമേ അല്ല. Is he actually telling the truth? Okay, അത് പൊട്ടക്കഥയായിട്ടാണല്ലോ തോന്നിയത്. പകുതി പാട്ട് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ പോലെ അല്ല. അന്നൊരു ജൂനിയർ ആർട്ടിസ്റ്റ് വേണമെങ്കിൽ മദ്രാസിലോ കൊച്ചിയിലോ പോകണം. അവിടെ വന്നിട്ട് ആരോ പറഞ്ഞു എവിടെയില്ലാത്തോണ്ട് ഷൂട്ടിംഗ് മുടങ്ങി.
ഭരതേട്ട ഇനി എന്നെ വിളിക്കാത്ത തെറിയൊന്നുമില്ല. പോലീസുകാരൻ എന്തോ തട്ടിപ്പിന്റെ വകുപ്പൊക്കെ ഇട്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവളെ പിന്നെ ഒരുപാട് കാലം ഞാൻ സിനിമയിലൊക്കെ തിരഞ്ഞു സാറേ. എവിടെയെങ്കിലും വെച്ച് കണ്ടെങ്കിലും പറയാൻ. രേഖ. രേഖയോ? That's not a... ചേട്ടാ, ആ കുട്ടിയുടെ നാടോ വീടോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല. ചേട്ടന് രേഖയുടെ മുഖം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? രേഖാചിത്രം. ഓ നോ ഡാം. കഴിഞ്ഞ ആഴ്ച ആ പാട്ടിലെ ഒരു ഷോട്ടിൽ അവൾ ഇപ്പോഴും ഉണ്ട്. ഓ ഷിറ്റ്. ഡയലോഗ് ഉള്ള റോളാണോ? ഡയലോഗില്ല, പക്ഷെ പാട്ടിന്റെ ക്ലോസിൽ വരും, പാടി അഭിനയിക്കാം, അതും മമ്മൂട്ടിക്കൊപ്പം. പോരെ? Okay, that's why she was in the sister outfit. Okay. Oh man, I feel bad. I know what's gonna happen next. That's why. നമ്മുടെ കപ്പാസിറ്റിയിൽ എല്ലാ രീതിയിലും അന്വേഷിച്ചതിന് ശേഷം മാത്രം നമുക്ക് തീരുമാനിക്കാം. പുറത്തു വിട്ടാൽ അറിയാലോ, ആക്ടർ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച ദിവസമാണ് ആ പെൺകുട്ടി മിസ്സായിരിക്കുന്നത്. ഇറ്റ്സ് വെരി സെൻസിറ്റീവ്. സർ, ഒരു നോക്കിയ N73 മോഡൽ ഫോണിലിട്ടാണ് ഈ സിം ഉപയോഗിച്ചിട്ടുള്ളത്. IMEI നമ്പർ പരിശോധിച്ചപ്പോൾ ആ ഫോണിൽ അതുവരെ ഉപയോഗിച്ചിട്ടുള്ള സിം കാർഡ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഈ സിം കാർഡ്സിൽ കൂടുതലും ആലപ്പുഴ ജില്ലയിലുള്ള അഡ്രസ്സുകളാണ്. സെക്കൻഡ് ഹാൻഡ് ഫോൺ വിൽക്കുന്ന കട അന്വേഷിച്ച ആളെ കിട്ടും. രേഖയെ പറ്റി കൂടുതലൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ അന്ന് ഷൂട്ട് കഴിഞ്ഞ് റൂമിലേക്ക് പോയ വണ്ടിയിൽ അവളുണ്ടായിരുന്നില്ല, അതെനിക്ക് ഉറപ്പാ. Oh no. Shit got real. കാർ ഓടിച്ചോണ്ടാണ്. നിങ്ങൾ ഈ പറഞ്ഞ പാട്ടിൻ്റെ ലൊക്കേഷൻ, പെർമിഷൻ വാങ്ങലും ക്രൗഡ് അറേഞ്ച്മെൻറ്റും ഒക്കെ ആയിട്ട് ഞാൻ നല്ല ഓട്ടത്തിലായിരുന്നു. ഷൂട്ടിംഗ് മുടങ്ങിയത് ഓർമ്മയുണ്ട്. കാരണം അന്നത് വലിയ പ്രശ്നമായിരുന്നു. എന്നോട് ചോദിച്ചാൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ എന്തെങ്കിലും വിവരം തരാൻ പറ്റിയ ഒരാൾ ജോൺ പോൾ സാറായിരുന്നു. ഞാൻ അറേഞ്ച് ചെയ്യാം. ഞാനും ഭരതനും ഒരു യാത്രക്കിടയിൽ പോകുമ്പോൾ ബിജു തിരുമല എഴുതിയെന്ന് ഞാൻ കരുതുന്ന ഒരു പാട്ട് ഇങ്ങനെ ഉച്ചഭാഷയിൽ നമ്മുടെ ട്രിപ്പിൽ നിന്ന് ആ കാതിലേക്കെന്ന് പറയുന്നത് പുള്ളി എത്ര ക്ലാരിറ്റിയിലാണ് സംസാരിക്കുന്നല്ലേ, നമുക്ക് കണ്ടോട്ട് പറയുന്നില്ല. ആളുടെ പേരും മുഖവും കിട്ടിയിട്ട് അന്വേഷണം അങ്ങ് മുന്നോട്ട് പോകണല്ലോ സാറേ. ഇപ്പൊ കിട്ടിയ രേഖയുടെ കാര്യത്തിലാണെങ്കിൽ മോഹൻദാസ് സാറിനൊരു ഉറപ്പില്ലാത്ത പോലെ. ഞങ്ങളിത് ആ കാതോട് എപ്പിസോഡ് ഒന്നുകൂടെ കാണുമായിരുന്നു. പിന്നെ ആ 7 ആർട്സിന്റെ ഇന്ന് കുറച്ച് നെഗറ്റീവ്സ് കിട്ടി, അതൊന്ന് ചെക്ക് ചെയ്തു. കാര്യമായിട്ടൊന്നുമില്ല. ചില ആരാധകർക്ക് നടത്തുന്നുണ്ട്. ഒന്ന് കാര്യമായിട്ട് നോക്കൂ. കൊലുസിട്ടൊരു കന്യാസ്ത്രീ പെണ്ണ് എന്റെ അടുത്തേക്ക് നടന്നു വന്നു. ജോൺ പോൾ സാറല്ലേ എന്നോട് ചോദിച്ചവർ എന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ സാർ എന്തിനാണ് ഞങ്ങളുടെ മമ്മൂട്ടിയെ മൊട്ടത്തെറിയനാക്കിയത് എന്നൊരു കൊലുസിട്ടൊരു കന്യാസ്ത്രീ പെണ്ണ് എന്റെ അടുത്തേക്ക് നടന്നു വന്നു. ജോൺ പോൾ സാറല്ലേ എന്നോട് ചോദിച്ചവൾ എന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ സാർ എന്തിനാണ് ഞങ്ങളുടെ മമ്മൂട്ടി. സാറാണോ ജോൺ പോൾ? അതെ. സാറാണോ ഞങ്ങൾ മമ്മൂട്ടിയെ കൊണ്ട് മൊട്ടയടിപ്പിച്ചത്? എൻ്റെ ഈ ഹെയർ സ്റ്റൈൽ കണ്ടിട്ടാ മമ്മൂക്കാക്ക് ഭരതേട്ടൻ അതുപോലത്തെ ഒരു വിഗ് ചെയ്തത്. സർ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, സൈബർ സെൽ ഡെവലപ്പ് ചെയ്ത രേഖയുടെ ഫോട്ടോ ആണ് സർ. ഇത് ആ സിനിമയുടെ ഷോട്ടിൽ നിന്ന് എടുത്തത്. ഫോട്ടോ കണ്ടപ്പോൾ ആളെ ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. രേഖ എന്നുള്ള പേര് പക്ഷേ താങ്കൾ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. സൂസൈറ്റ് ആയതുകൊണ്ട് തന്നെ ഭരതേട്ടൻ്റെ ചീത്ത മുഴുവൻ എനിക്കായിരുന്നു. സർ, കഴിഞ്ഞ ദിവസം ജോൺ പോൾ സാറിന്റെ പ്രോഗ്രാം കണ്ടപ്പോൾ മുതൽ എനിക്കൊരു ഫീലിംഗ്, അത് രേഖയാണെന്ന്. നമുക്ക് കിട്ടിയ സ്കെൽറ്റനിലും ഒരു കൊലുസുണ്ടായിരുന്നു. ഈ കൊലുസിട്ട കന്യാസ്ത്രീയുടെ കാര്യം അങ്കിൾ എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇറങ്ങട്ടെ സർ? ഓ ശരി, താങ്ക് യു. Hiding something? സർ, ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുക. ഉണ്ണികളെ ഒരു കഥ പറയുമ്പോൾ എന്റെയും ഫേവറേറ്റ് സിനിമകളിലൊന്നാണ്. രേഖയെ പിന്നീട് കണ്ടിരുന്നെങ്കിൽ സാർ നായികയാക്കുമായിരുന്നു. അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. ഒരു കാര്യം പറയാം,
നല്ല ഫീച്ചേഴ്സ് ഉള്ള കുട്ടിയായിരുന്നു. വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഫേസും. പണ്ടത്തെ ശാലിനിയുടെ കൂട്ടുകാരിൽ അഭിനയിച്ച മരിച്ചുപോയ ശോഭയില്ലേ, അതുപോലെ. സേവനം നൽകാത്ത കരാറുകൾ, അതും മുഖ്യമന്ത്രി അടക്കമുള്ള ഭരണകക്ഷിയിലെ പ്രമുഖർക്ക് ബന്ധമുള്ള കമ്പനികൾ. ആ വഴിവിട്ട ഇടപാടിന്റെ രേഖകളാണിതെല്ലാം. Eyes closed. Oh shit. Okay. ക്രൈംബ്രാഞ്ചിന് വിടുവാണ്. നിനക്കിനി സ്റ്റേഷൻ ഡ്യൂട്ടി ഉണ്ടാവില്ല, മിക്കവാറും ട്രാഫിക്കിലായിരിക്കും. നമുക്ക് നോക്കാടോ, ഞാൻ വിളിക്കാം. കൊടുക്കല്ലേ ബ്രോ. ഓടയിലെ അഴുക്ക് വെള്ളം മുഴുവൻ ശ്വാസത്തിൽ കയറി ശ്വാസം മുട്ടിയതാണ് ചന്ദ്രപ്പന്റെ മരണത്തിന് കാരണം. അയാൾ മൂക്കറ്റം കുടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ശരീരത്തിൽ അങ്ങനെ സംശയമൊന്നും പരിഗണനൊന്നുമില്ലായിരുന്നു. ഇപ്പൊ ഞാനാണല്ലോ ഇൻചാർജ്. ഹൈദരാബാദിലെ സെൻട്രൽ ലാബില് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ബുദ്ധിമുട്ടാവില്ലല്ലോ സാറേ. ആളെ മനസ്സിലായില്ലേ? ഭയങ്കര കളിക്കാരനാ. ചീട്ടായി. ഒരു സ്റ്റാൻഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വല്ല പൂക്കളോ വഴിതിരെ കത്തിച്ചു വെക്കായിരുന്നു. അല്ലേ സാർ? കേസ് അന്വേഷിക്കാനാണ് സാറേ. സലിമേ, എടോ, കാശ് കിട്ടിയാൽ അസ്ഥികൂടം വിഴുങ്ങാൻ വരെ പോലീസിലാണെന്ന് കരുതി എല്ലാരും അങ്ങനെ എഴുതല്ലേ? What kind of a crime branch are you, man? പന്നിമലത്തൻ ചീട്ടുകളെയൊക്കെ നിർത്തിയോടാ നീ. ഷൂസ് നക്കുന്ന നാക്കെടുത്ത് എന്റെ നേരം വളർത്താണ്ടല്ലോ. Oh, nice. നെഞ്ചത്ത് കയറി ഞാൻ ചീട്ടിറക്കും, മനസ്സിലായി? You needed that. Good boy. പറ്റി വിവരം തന്ന ചന്ദ്രപ്പൻ മരിക്കുന്നു. അന്വേഷണത്തിൽ നിന്ന് ഞങ്ങളെയൊക്കെ മാറ്റുന്നു. ആകെ കൂടെ തെളിവായിട്ടുണ്ടായിരുന്ന അതവര് കൊണ്ടുപോകും. ചെയ്യാൻ പറ്റും. Oh yes. ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ നടത്തുക. എന്റെ ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞ ദിവസം അയാൾ വന്നപ്പോ ഞാൻ ദേവദൂതർ പാടി എന്നുള്ള പാട്ടിന്റെ വിഷ്വൽസ് എടുത്തിട്ട് ആ പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അയാൾ പറഞ്ഞത് കാതോട് നഗരത്തിന്റെ ലൊക്കേഷൻ കവർ ചെയ്യാൻ ആളായി സാക്ഷാൽ മോഹൻലാൽ പൊട്ടിത്തെറിച്ച കഥയുമായി വീണ്ടും നമുക്ക് കാണാം. നമസ്കാരം. വരൂ സാറേ. പ്രിയദർശൻ വഴി കണ്ട ആൾക്കാര് അടുത്ത ആഴ്ച വീണ്ടും ഞെക്കുന്നു. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുന്നു. അത്രേ ഉള്ളൂ സാർ. ഇരിക്കെ, ഞാൻ അങ്ങനത്തെ യൂട്യൂബർ അല്ല കേട്ടാ. പണ്ടൊക്കെ ആണെങ്കിലേ ഒരുത്തനെ വളർത്താനും തളർക്ക് വേണം. കുഴപ്പമില്ല, എന്റെ നാക്കും അത്ര മോശമൊന്നുമില്ല. അന്നുമല്ല ഇന്നുമല്ല. ഈ പള്ളാശ്ശേരിയെ കണ്ടാൽ മമ്മൂട്ടിയുടെ വരെ മുട്ടിടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാതോട് കാതോരത്തിന്റെ ലൊക്കേഷനിലേക്ക് പോയി. പുള്ളിക്കാരപ്പം അങ്ങനെ വരുള്ളൂ. ഇപ്പൊ എത്തും. കുറെ നേരം ഞാൻ Oh. കാത്തിരുന്നു. അയാൾ ആരായി എനിക്കയാ. മിസ്റ്റർ മമ്മൂട്ടി, ഇന്റർവ്യൂ കഴിഞ്ഞിട്ടില്ല, ഫോട്ടോ എടുക്കണം. മലയാള സിനിമയില് എനിക്കെതിരെ ശബ്ദിക്കാൻ പോലും ആരും ഭയക്കുന്ന കാലമാണത്. ആ പെൺകുട്ടി Oh, nice. എന്റെ 3-4 എപ്പിസോഡിന്റെ കണ്ടന്റാ. സാരല്ല. വാട്സാപ്പിൽ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. അതിൽ രേഖയുടെ കൂടെ നിൽക്കുന്ന സ്ത്രീയെ ഷൂട്ടിംഗ് ടൈമിൽ എപ്പോഴെങ്കിലും കണ്ടതായിട്ട് ചേച്ചി ഓർക്കുന്നുണ്ടോ? ഉറപ്പാണോ? ശരി. ഇങ്ങനെ ആർട്ടിസ്റ്റ് ആവുമ്പോ ഏതെങ്കിലുമൊക്കെ സെറ്റിൽ വെച്ച് നമ്മൾ കാണേണ്ടതല്ലേ? Interesting. നീ പറയുന്ന പോലെ ഒരു പെൺകുട്ടി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അവര് സിനിമയിൽ അഭിനയിക്കാൻ വന്നൊരു നടിയല്ല അച്ഛൻ. പിന്നെ അവരുടെ കൊന്ത ഉടുപ്പും ഒക്കെ വ്യത്യാസമുണ്ട്. ശരിക്കും അവരൊരു കന്യാസ്ത്രീ. രേഖ ജീവിതത്തിലും അവള് നല്ലൊരു നടിയായിരുന്നു. നടി അന്വേഷിക്കുന്ന ഒരു അസ്ഥികൂടം അത് രേഖയുടേതാണോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. മദറിന് ഓർമ്മയുള്ള കാര്യങ്ങളൊന്നും പറയാമോ? മമ്മൂട്ടിയുടെ സിനിമയാ സിസ്റ്ററെ, നമുക്കും പോയാലോ? ഞാനില്ല, മദറിനെ പിന്നെ തീർന്നു. എഴുന്നേറ്റോ?
മമ്മൂട്ടി എന്തിനാണോ ഷൂട്ടിംഗുകാർക്ക് കൊടുക്കുന്നത്? ചേട്ടാ വേഗം നടക്കും, സമയമില്ല. ഇവിടെ ഇരുന്നാല് ചീത്താവില്ലേ വെള്ള ഡ്രസ്? ആദ്യമായിട്ടാണോ? Wait, are we getting an actual Mammootty cameo? Share. Wait, what? Wait, we have the actual Mammootty? How does he look like that? പിടിപ്പത് പണിയാ. ഈ കണ്ണുമൂക്ക് ഇല്ലാതെ നടക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഒന്ന് തയ്ച്ചൊരു. ഇപ്പൊ ഇത്ര ആള് നിൽക്കണ കണ്ടില്ലേ? കൊച്ചു പോവാൻ നോക്കിയേ. ഉപകാരം ചെയ്യോ? എന്തുപകാരം? നീ എനിക്ക് ഉപകാരം ചെയ്തു തരണം. സീനിൽ കേട്ടാണ്. എനിക്ക് മമ്മൂട്ടിയെ കാണണം. നീ എന്നെ പുള്ളിയെ പരിചയപ്പെടുത്തി തരുമോ? ആനന്ദ, ഇത്ര നേരത്തെ വരുമെന്ന് വിചാരിച്ചില്ല. എന്തേ തിരക്കുണ്ടോ? എനിക്കെന്താ തിരക്ക്? പക്ഷെ മമ്മൂട്ടി ഇപ്പൊ ഷൂട്ടിലായിരിക്കും. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോകും. അപ്പോ കുഴപ്പമില്ല, നീ എനിക്ക് തിരക്കും. ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുകയാണെങ്കിലേ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ? ഇതിന്റെ കളർ മാത്രമേ ഉള്ളൂ വെള്ള, നെക്ക് സ്റ്റിച്ചൊക്കെ വേറെയാ. ഇങ്ങോട്ട് വാങ്ങിട്. എനിക്ക് എല്ലാ വേഷം ചേരും. അതാ നായികയുടെ ഒരു ലക്ഷണമൊക്കെ. ഒരു നായികയാവോ? ചേട്ടൻ നായികയാവണം. മമ്മൂട്ടി ചേട്ടനോ? കൊള്ളാലോ. മമ്മൂട്ടി ചേട്ടൻ. നിന്റെ ചേട്ടനാണോ മമ്മൂട്ടി? എനിക്കെന്റെ ചേട്ടനെ പോലെ തന്നെ. ഞാൻ കത്തൊക്കെ എഴുതാറുണ്ടല്ലോ. അതിന് നിനക്ക് അഡ്രസ് അറിയോ? ഞാൻ വുഡ്ലാൻഡ്സ് ഹോട്ടലിലേക്ക് എഴുതും. പുള്ളി എവിടെയാ കൂടുതൽ നേരം? എന്നിട്ട് മറുപടി വല്ലതും കിട്ടിയോ? നീ ആ പാട്ട് പറഞ്ഞ കൂട്ടത്തിലല്ലേ? Okay, right. I feel sad. Like, എന്തെങ്കിലും ദുരന്തം കൊണ്ടുവരുന്നതിന് മുമ്പേ ഭയങ്കര ഹാപ്പി ആയിട്ട് കൊണ്ടുപോകും. ദാറ്റ്സ് വാട്ട് ഐ ഡോണ്ട് ലൈക്ക്. ഇങ്ങനെ ഒരു പീക്കിൽ എത്തിച്ചിട്ടായിരിക്കും അവർ താഴോട്ടെല്ലാം കൂടെ കൊണ്ടുവരുന്നത്. Just why I hate these movies, man. Like, I feel so sad for her. So basically, I can guess what is gonna happen. Like, ഏതെങ്കിലും ഒരു റിച്ച് ഡൂഷ് ബാഗ് ഇവിടെ കൊല്ലുന്നു, എന്നിട്ടത് മറച്ചു വയ്ക്കാൻ ബാക്കിയുള്ളവരെ കൈ മടക്ക് കൊടുത്ത് സെറ്റിലാക്കുന്നു. ആ കൈ മടക്ക് കൊണ്ട് ആലിസ് വിൻസെൻറ്റ് പുള്ളിക്കാരൻ പണക്കാരനാവുന്നു. അങ്ങനെ ആയിരിക്കണം മോസ്റ്റ് ലൈക്ലി, അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഇല്ലെന്നെങ്കിൽ ഒരു ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള സിനിമയാണ്. എന്താണ് ട്വിസ്റ്റ് എന്നുള്ളത് നമുക്കറിയാവുന്ന ആരെങ്കിലും ഒരാൾ വില്ലനുമായിട്ട് ബന്ധം ഉണ്ടാവണം, റൈറ്റ്? മോസ്റ്റ് ലൈക്ലി അതാരാന്ന് കൂടി കണ്ടുപിടിക്കണം. എനിക്കിതുവരെ ആരെയും കത്തിയിട്ടില്ല. that'll be part 1 of രേഖാ ചിത്രം. I really enjoying this so far actually. പിന്നെ മമ്മൂട്ടിയുടെ ആ ഒരു എന്താ പറയുക, യങ് ലുക്ക് അതവർ ഇങ്ങനെ ചെയ്തെടുത്തേ. ശരിക്കും മമ്മൂട്ടിയുടെ ക്യാമിയോ ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചില്ല. കാരണം ഒറ്റ ഷോട്ടിൽ മാത്രമേ മമ്മൂട്ടി കാണിക്കുന്നുള്ളൂ. പക്ഷെ അത് മമ്മൂട്ടി തന്നെയാണ്. ഞാനത് വിചാരിച്ച് വേറെ ആരെങ്കിലും സ്റ്റണ്ടബിളോ മറ്റോ ബാക്ക് ഷോട്ട് വെച്ച് കാണിക്കുമെന്ന്. ഒറ്റ ഷോട്ടിൽ മമ്മൂട്ടി. ദാറ്റ്സ് കൈൻഡ് ഓഫ് നൈസ്. Okay. Man, I'm sad about what is going to happen in the next part. But yeah, we'll wrap it up for now. Part 1 of Rekha Chitram. If you want to see part 2, stick around and let's see you guys next video. Good night and goodbye.